ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പല റേറ്റാണ്. പ്രത്യേകിച്ച് ഷോറൂമിൽ റേറ്റ് കൂടുതലാണ്. പുറത്തെ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ തിരക്കുന്ന സമയത്ത് ഒരുപാട് റേറ്റ് കുറവുണ്ട്. ഈ RTI എന്ന് പറഞ്ഞൊരു സംഗതി നിങ്ങൾ എടുക്കുന്ന സമയത്ത്, അതായത് റിട്ടേൺ ടു ഇൻവോയ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പല റേറ്റാണ്. പ്രത്യേകിച്ച് ഷോറൂമിൽ റേറ്റ് കൂടുതലാണ്. പുറത്തെ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ തിരക്കുന്ന സമയത്ത് ഒരുപാട് റേറ്റ് കുറവുണ്ട്. എന്നാൽ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിലോ അതിലും റേറ്റ് കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഏത് ഇൻഷുറൻസ് എടുക്കും? അതായത് റേറ്റ് കുറഞ്ഞെടുക്കുന്നതല്ലേ നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതായാലും നമുക്കത് ചുമ്മാ ഡെഡ് അസറ്റായിട്ട് കൊണ്ട് നടക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഇൻഷുറൻസ് എടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഷുറൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പുതിയ വാഹനം, എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ചില ആൾക്കാരുണ്ട്, പുതിയ ഇൻഷുറൻസ് ആണെങ്കിലും നമുക്കൊരു 3 വർഷത്തേക്ക് തേർഡ് പാർട്ടി കിട്ടും. അതിനുശേഷം നമുക്ക് പിന്നീട് റിന്യൂ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പം അതിനകത്ത് 1 ഇയർ മാത്രമാണ് നമുക്ക് ബമ്പർ ടു ബമ്പർ അഥവാ B2B ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്. അതിൽ തന്നെ ഫുൾ കവറും എല്ലാം കൂടെ വരുന്നതാണ്. അതായത് ഈ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് 1 വർഷം വരെയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയുള്ള 2 വർഷം തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വാഹനത്തിന് 3 വർഷത്തെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ 1 വർഷം മാത്രമായിരിക്കും B2B ഇൻഷുറൻസ് കിട്ടുന്നത്. അതിനുശേഷമുള്ളത് പിന്നെ തേർഡ് പാർട്ടി മാത്രം നമുക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിച്ചിരിക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് പിന്നെ റിന്യൂ ചെയ്യുന്ന സമയത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമില്ല. B2B ഇൻഷുറൻസ് മാത്രം റിന്യൂ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ റേറ്റ് തിരക്കാറുണ്ട്. നല്ല കാര്യമാണ്. ഷോറൂമിലും തിരക്കുക, പുറത്തും തിരക്കുക. പുറത്തെ ഇൻഷുറൻസിൽ റേറ്റ് തിരക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റിട്ടേൺ ടു ഇൻവോയ്സ് RTI, പിന്നെ വാഹനത്തിൻ്റെ വില IDV വാല്യൂ, ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ എത്രയാണ് ആ വാഹനത്തിൻ്റെ എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ശരിക്കും റിട്ടേൺ ടു ഇൻവോയ്സ് എന്താണെന്നുള്ളത് നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ആദ്യം IDV എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വാഹനത്തിന് ഇൻഷുറൻസ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന ഒരു എമൗണ്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺ റോഡ് പ്രൈസ് അല്ല, എക്സ് ഷോറൂം പ്രൈസ് എത്രയാണോ അതിൻ്റെ ഒരു 95% ഈ പറഞ്ഞ പോലെ ഒരു IDV വാല്യൂ വരുന്നത്. ഇത് ഓരോ വർഷം കൂടുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയാണ് നമ്മുടെ കളി. ഇപ്പം നമ്മുടെ RTI, അതായത് റിട്ടേൺ ടു ഇൻവോയ്സ് നമ്മൾ എടുത്തില്ല എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ വാഹനം ഒരു ടോട്ടൽ ലോസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് IDV വാല്യൂ എത്രയാണ് അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം കുറച്ചിട്ട് നിങ്ങൾക്ക് എമൗണ്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ RTI എന്ന് പറഞ്ഞൊരു സംഗതി നിങ്ങൾ എടുക്കുന്ന സമയത്ത്, അതായത് റിട്ടേൺ ടു ഇൻവോയ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 5 വർഷം വരെയാണ് നമുക്ക് RTI കിട്ടുന്നത്. എടുത്തിടാൻ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. 2000 രൂപ 2500 രൂപ അങ്ങോട്ട് എക്സ്ട്രാ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ചിലതിന് റേറ്റ് കുറവാണ്, ചിലതിന് റേറ്റ് കൂടുതലാണ്. റിട്ടേൺ ടു ഇൻവോയ്സിൻ്റെ റേറ്റ് ഒന്ന് നോക്കിയിട്ട് റേറ്റ് കുറവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് എടുത്തിടാനാണ്. ഏതെങ്കിലും രീതിക്ക് ടോട്ടൽ ലോസ് ആവുകയോ അല്ലെങ്കിൽ വാഹനം മോഷണം പോവുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ആരെങ്കിലും നശിപ്പിച്ച് കളയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇൻവോയ്സിലുള്ള എമൗണ്ട്, അതായത് ടാക്സ് അടക്കം നിങ്ങൾ അടച്ചതിൻ്റെ ഇൻവോയ്സ് എമൗണ്ടിൽ നിന്നൊരു ചെറിയൊരു എമൗണ്ട്, അത് വളരെ ചെറിയ, എനിക്ക് 1000 സംതിങ് അങ്ങനെ നമുക്ക് കുറഞ്ഞിട്ട് ബാക്കി മൊത്തം പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ചെറിയൊരു കാര്യമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RTI എടുത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, പലപ്പോഴും നമ്മൾ ഇൻഷുറൻസ് പുറത്തുനിന്നൊക്കെ എടുക്കുമ്പോൾ റേറ്റ് കുറവുണ്ടെന്ന് പറയുമ്പോൾ എന്ത് കാര്യം അവർ കുറച്ചിട്ടാണ് നമുക്ക് റേറ്റ് ഇതുപോലെ കുറച്ച് തരുന്നതെന്നൊന്ന് സങ്കല്പിക്കുക. അതായത് ഈ പറയുന്ന ബമ്പർ ടു ബമ്പർ കിട്ടുന്നുണ്ടോ, RTI ഉണ്ടോ, കൺസ്യൂമബിൾസ് ഉണ്ടോ? കൺസ്യൂമബിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാഹനം ഒരു ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓയിലോ കാര്യങ്ങളൊക്കെ മാറേണ്ടി വരുമോ, കൂളൻ്റ് മാറേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറേണ്ടി വരികയാണെങ്കിൽ അതെല്ലാം കൺസ്യൂമർ ഐറ്റംസ് ആണ്. അതൊരു കാരണവശാലും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിൽ കിട്ടുന്നതല്ല. അങ്ങനത്തെ കൺസ്യൂമർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി കൺസ്യൂമേഴ്സ് ഉണ്ട്. പിന്നെ ആക്സസറീസ് അവൈലബിൾ ആണ്. ആക്സസറീസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കേർട്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുന്ന ആക്സസറീസും കൂടെ നമ്മൾ ഇൻഷുറൻസിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലെയിമിൽ കിട്ടും. ഈ കാര്യങ്ങളെല്ലാം കൂടെ പെടുത്തുമ്പോഴത്തേക്കും റേറ്റ് കൂടും. അങ്ങനെ റേറ്റ് കൂടുമ്പോഴത്തേക്കും നമ്മൾ പുറത്ത് ചോദിക്കുമ്പോൾ ഒരു ബമ്പർ ടു ബമ്പർ ഇത്ര റേറ്റേ ഉള്ളൂ, നിങ്ങൾ എന്തിനാ ഇത്ര റേറ്റ് കൂടുതൽ കൊടുത്തെടുക്കുന്നത്? പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം IDV വാല്യൂ, റിട്ടേൺ ടു ഇൻവോയ്സ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കാൻ സാധിക്കും ഞാൻ പറയും. പക്ഷേ ക്ലെയിമിൻ്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ടുള്ള രീതിക്ക് സപ്പോർട്ട് തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കാം. പക്ഷേ സപ്പോർട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം. അല്ലാത്ത പക്ഷം ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കാണിക്കുന്ന സമയത്ത് ഇതിപ്പോൾ കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല, ഇത് കിട്ടത്തില്ല എന്നുള്ളൊരു പറച്ചിൽ വരുമ്പോഴാണ് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്.